ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ കമറുദ്ദീൻ ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ അവർ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോഴത്തെ പുതിയ സ്ട്രാറ്റജി എന്ന് പറയുന്നത് പാറുവിനെ ഒറ്റപ്പെടുത്തണം, എന്നാലല്ലേ കമറുദ്ദീൻ്റെ അടുത്തേക്ക് വീണ്ടും പഴയതുപോലെ വരുള്ളൂ. അതിന് വേണ്ടിയിട്ട് സാന്ദ്രേൻ്റെ അടുത്തേക്ക് പോയിട്ട് പാറുവിനെ കുറിച്ച് കുറേ കുറ്റം പറയുകയാണ്. സാന്ദ്ര ആരാ മോള്? സാന്ദ്ര ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇതിനും മാത്രം പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് ആ കോടതി ടാസ്ക് ഇല്ലായിരുന്നു, അപ്പോൾ നിനക്ക് ഈ കേസ് ഉന്നയിക്കത്തില്ലായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അത് കോടതി ടാസ്ക് അല്ലായിരുന്നു അക്ക എന്ന് കമറുദ്ദീൻ പറയുന്നുണ്ട്. ഇപ്പോൾ എന്താ 10 ലക്ഷം പേര് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ നമ്മൾ ഇപ്പോഴീ സംസാരിക്കുമ്പോഴും എന്ന് കമറുദ്ദീനോട് ചോദിക്കുന്നത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ മറ്റൊരു വശത്ത് വിക്രമാണെങ്കിൽ കിളി പോയി നടക്കുകയാണ്. കനി പോയതിൻ്റെ നല്ല സങ്കടമുണ്ട്. ഇന്നലെയൊക്കെ എന്താണ് ചെയ്തു കൂട്ടിയെന്നും പുള്ളിക്കാരന് ഓർമ്മ പോലും ഇല്ല. കനി എന്ന കണ്ടസ്റ്റൻ്റ് പോകുമ്പോൾ ഇത്രയും വിഷമം ഉണ്ടെങ്കിൽ പ്രജൻ എന്ന കണ്ടസ്റ്റൻ്റ്, അതായത് സാന്ദ്രയുടെ ഹസ്ബൻഡായ പ്രജൻ പോകുമ്പോൾ സാന്ദ്രയ്ക്ക് എന്തോ ഒരു സങ്കടം ഉണ്ടാവും. അപ്പോഴെന്തൊക്കെയാണ് വിക്രം പറഞ്ഞുകൊണ്ടിരുന്നത്? ഇതാരും മറന്നു കാണില്ലല്ലോ അല്ലേ. പിന്നെ വിക്രം അവിടെ ഒരു നല്ലൊരു കാര്യം പറയുന്നുണ്ട്. ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മനസ്സിലാക്കിയിട്ട് സോറി പറയുന്നവരൊക്കെ പുറത്തേക്ക് പോവുകയും ഇവൻ തെറ്റ് ചെയ്തിട്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നവർ ഇപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുക എന്നൊരു പ്രതിഭാസമുണ്ട് എന്ന് വിക്രം പറയുന്നുണ്ട്. എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സമ്മതിച്ച് മുന്നോട്ട് പോയിട്ട് അപ്പോൾ ക്യാരക്ടർ ഇമ്പ്രൂവ് ആവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെയുള്ള ദിവ്യ ആയിക്കോട്ടെ, പലരും ആയിക്കോട്ടെ, പാറു ആയിക്കോട്ടെ, ഇവരൊന്നും തെറ്റ് ആക്സെപ്റ്റ് ചെയ്യാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. സോ ഇങ്ങനെയുള്ള അവസരങ്ങൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൻ്റെ വാല്യൂ അല്ലെങ്കിൽ വില ഇടിയുകയും PR-ൻ്റെ വാല്യൂ കൂടുകയുമാണ് ചെയ്യുന്നത്. മോർണിംഗ് ടാസ്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. PR ഉള്ളത് കൊണ്ട് ആരൊക്കെയാണ് ഈ മുന്നോട്ട് പോകുന്നത് എന്നതായിരുന്നു ടാസ്ക്. എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയാം. ഒന്ന് ശബരിക്ക് PR ഉണ്ട്. ശബരി അല്ലാതെ അവിടെ ഒരു ഗെയിമും കളിക്കുന്നില്ല. പിന്നെ കമറുദ്ദീൻ കളിക്കുന്നത് ചീപ്പ് ഗെയിമാണ്. സ്ത്രീകളൊക്കെ എന്തൊക്കെ അപവാദങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു PR ഇല്ലാതെ പുള്ളിക്കാരന് മുന്നോട്ട് പോയില്ല. ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് അറോറ. ആദ്യത്തെ 50 ദിവസം പിക്ചറിലേ ഇല്ലാത്ത ഒരാളായിരുന്നു. എങ്ങനെ ഇത്രയും നാൾ മുന്നോട്ട് പോയി എന്നുള്ളത് സംശയമാണ്. PR ഉണ്ട് എന്ന് 100% ഉറപ്പാണ്. ഇനി അടുത്തത് ദിവ്യ ആണെങ്കിൽ അങ്ങോട്ട് പറയുക മാത്രം, റേഡിയോയാണ്, ഇങ്ങോട്ടൊന്നും സ്വീകരിക്കില്ല. ഇങ്ങനെ ഒരാൾ എങ്ങനെ ഇത്രയും ദിവസം സർവേ ചെയ്തു? പുള്ളിക്കാരി പറയുന്നത് പല ന്യായീകരണങ്ങളാണ്. എന്തെങ്കിലും ഒന്ന് എതിർത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കേൾക്കണ്ട, എനിക്ക് മിണ്ടാനൊന്നുമില്ല എന്ന് പറഞ്ഞു പോകുന്ന ദിവ്യനെയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ബാക്കിയുള്ളവർക്കും PR ഉണ്ട്. പക്ഷേ പാറു ആയിക്കോട്ടെ, വിക്രം ആയിക്കോട്ടെ, അവിടെ ഗെയിം കളിക്കുന്നുണ്ട്. ഇവിടെ ഗെയിം കളിക്കാതെ നിന്നു പോകുന്നവർ ഇവരൊക്കെയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കമറുദ്ദീൻ പിന്നെ ഒരു നെഗറ്റീവ് ഗെയിം ആണെങ്കിലും കളിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഈ PR ഇഷ്യൂ സംസാരിച്ച് അവസാനം പാറുവും കമറുദ്ദീനും കൂടെ അടിയായി. അവിടെ തൊട്ട് തുടങ്ങി നമ്മുടെ കമറുദ്ദീൻ ബാഡ് ടച്ച് ഗുഡ് ടച്ച് സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് എത്രാമത്തെ തവണയാണ് കമറുദ്ദീന് ക്ലോഷർ വേണ്ടത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കാര്യം കമറുദ്ദീൻ തന്നെ എടുത്തുകൊണ്ട് വരും, എന്നിട്ട് ക്ലോഷർ വേണമെന്ന് പറയും. കമറുദ്ദീൻ തന്നെ എടുത്തുകൊണ്ട് വരും, ക്ലോഷർ വേണമെന്ന് പറയും. പാറു ഇതിന് മുന്നേയും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ അകത്ത് പാറുവിൻ്റെ ഭാഗത്താണ് ന്യായം. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നടാ, ഐ ആം സോറി എന്ന് കമറുദ്ദീനോട് പറയുന്നുണ്ട്. പക്ഷേ കമറുദ്ദീൻ ഇത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. പുറത്ത് ഇൻ്റർവ്യൂവിനടക്കം പോയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കുമ്പോഴാ കമറുദ്ദീനെ എന്നുള്ള രീതിയിൽ പാറു പറയുന്നുണ്ട്. എന്നിട്ട് ഇവൻ എന്ത് ക്ലോഷറാണ് ഇവിടെ കിടക്കേണ്ടത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനുശേഷം അടുത്ത പ്രശ്നം ഗാനാ വിനോദ് സുഭിക്ഷ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനവ സമൂഹം എന്ന് പറഞ്ഞുകൊണ്ട് ഏത് സമയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ മലയാളത്തിലാണെങ്കിൽ അനീഷ് ഇതുപോലെ ഞാനൊരു സാധാരണക്കാരനാണ് എന്ന് പറയുന്നത് പോലെയാണ് ശരിക്കും പറഞ്ഞാൽ സുഭിക്ഷ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് ഓക്കെയാണ്, ഏത് സമയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഈവൻ ഗാനാ വിനോദാണെങ്കിൽ താഴേക്കിടയിൽ നിന്ന് വന്ന ആളാണ്. പുള്ളിക്കാരൻ ഏത് സമയം അത് പറഞ്ഞിട്ട് പാവത്താൻ ഇമേജ് ജനങ്ങളിലേക്ക് വെച്ചുകൂടെ? പുള്ളിക്കാരൻ അത് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ സുഭിക്ഷ ഇങ്ങനെ ചെയ്യുന്നത്, അത് ഓവറായിട്ട് ചെയ്യുന്നത് ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഗാനാ വിനോദ് പറഞ്ഞു വെച്ചാൽ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരും ഒരുമിച്ച് മുന്നേറുകയാണ്. ഇങ്ങനെ പറയേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന ആൾ അവിടെ നിന്ന് വന്നു, ഇന്ന ആൾ ഇവിടെ നിന്ന് വന്നു എന്ന് പറയേണ്ടതായിട്ട് വരും. സോ എല്ലാവരും കൂടെ ഒരുമിച്ച് ഗെയിം കളിച്ചിട്ട് ആര് വിജയിച്ചോട്ടെ, ഇതിൻ്റെ അകത്തൊരു സെപ്പറേഷൻ വേണ്ട എന്നാണ് ഗാനാ വിനോദ് പറയാൻ അവിടെ വെച്ചത്. പക്ഷേ സുഭിക്ഷ അത് നെഗറ്റീവായിട്ട് എടുക്കുകയും ഞാനിത് സംസാരിക്കുന്ന എന്തോ വലിയ തെറ്റ്, അതായത് മീനവ സമൂഹത്തെക്കുറിച്ച് സംസാരിക്കുന്ന എന്തോ വലിയ തെറ്റ് എന്നുള്ള രീതിയിൽ ഗാനാ വിനോദിനെ ചിത്രീകരിക്കാൻ ശ്രമിച്ചു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊട്ടും ശരിയായില്ല. ഇത് പിന്നെ നോമിനേഷനിൽ പ്രതിഫലിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നോമിനേഷൻ ഇപ്രാവശ്യത്തെ അടിപൊളിയായിരുന്നു. എല്ലാവരും നോമിനേഷനിലേക്ക് വന്നു. പക്ഷേ വിക്രം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിക്രം ദിവ്യനെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുന്നത് പോലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പ്രത്യേകിച്ച് വിക്രം ബിഗ് ബോസിൻ്റെ റൂള് ഞാൻ വലിയ തലയിലെടുത്ത് വെച്ച് നടക്കുന്നവനാണ് എന്ന് പറയുന്നവനാണ് വിക്രം. സോ ഇങ്ങനെ ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ് ദിവ്യനെക്കുറിച്ച് പറഞ്ഞത്. അതിനുശേഷം നടന്നത് ടിക്കറ്റ് ടു ഫിനാലേൻ്റെ ഫസ്റ്റ് ടാസ്ക് ആണ്. എനിക്ക് തോന്നുന്നു മലയാളവും തമിഴും തമ്മിലൊരു ബന്ധമുണ്ടെന്ന് തോന്നുന്നു. ഒരേ പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ട് ഷെയർ ചെയ്തിട്ട് ഗെയിം നടത്തുന്ന പോലെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. മലയാളത്തിലെ ഫസ്റ്റ് ടാസ്കും ഇത് തന്നെയായിരുന്നു. സെയിം ടാസ്ക്, നമ്മുടെ കുരിശ് പോലുള്ളൊരു സാധനത്തിൻ്റെ അകത്ത് തൂങ്ങിക്കിടന്നിട്ട് നിൽക്കുന്ന ആ ടാസ്കില്ലേ, അത് തന്നെയാണ്. ആദ്യം വലതുകാല് വെച്ച്
പുറത്തായത് സാന്ദ്രയാണ്. അവസാനം എനിക്ക് തോന്നുന്നു അവസാനം 3 4 നിൽക്കുന്നത് ഇപ്പം കമറുദ്ദീന്, സുഭിക്ഷ, അറോറ, പിന്നെ ദിവ്യ എന്നിവരാണ്. ബിഗ് ബോസ് നല്ല അടിപൊളിയായിട്ട് ജഡ്ജും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. നിങ്ങളുടെ അഭിപ്രായം, വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ലൈക്ക് കൊടുക്കുക. കുറേ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ ദിവസവും റിവ്യൂ ചെയ്യുന്നുണ്ട്. ഒരു 200-300 പേരിലേക്കാണ് എത്തുന്നുള്ളൂ. ഇത് കാണുന്ന എല്ലാവരിലേക്കും എത്താൻ നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. ബൈ ബൈ.